Hi friends, welcome to iPlus Training Solutions. UGC NET Political Science exam previous year question papers ന്റെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഒരു സീരീസ് പോലെ ചെയ്യുന്നത്. അതിന്റെ ഒരു അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, Indian national movement had many streams. One of them was extremist. From the following, identify which is correct. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ രണ്ട് സ്ട്രീം ഓഫ് തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ലീഡേഴ്സിനെ നമ്മൾ രണ്ട് സ്ട്രീമായിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. അതിൽ ഒരു സ്ട്രീം എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റുകളാണ്, രണ്ടാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് മോഡേണിസ്റ്റുകളാണ്. താഴെ കൊടുത്തിട്ടുള്ള 5 പേരിൽ എക്സ്ട്രീമിസ്റ്റ് സെക്ഷനിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആ 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. എ ബാൽ ഗംഗാധർ തിലക്, ബി ലാലാ ലജ്പത് റായ്, സി ബിപിൻ ചന്ദ്രപാൽ, ഡി ഗോപാൽ കൃഷ്ണ ഗോഖലെ, ഡി ഇ ദാദാബായ് നവറോജി. സോ ഇതിൽ നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളെ ചൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ ഈ എളുപ്പമാണ്. എക്സ്ട്രീമിസ്റ്റുകളെ പൊതുവെ ഒരു ഷോർട്ട് നെയിം ഉണ്ട്, അവരെ വിളിക്കുന്ന ലാൽ ബാൽ പാൽ. അതായത് അന്നത്തെ കാലത്ത് റവല്യൂഷണറി ആയിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ പറയുന്നതിൽ ഈ 5 പേരിൽ ആദ്യത്തെ 3 പേര്, അതായത് ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഇവര് 3 പേരെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ABC ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ABC ആണ്. സോ ABC ആയിരിക്കും അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, ABC ആണ്. സോ ആരൊക്കെയാണ് ഈ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് നമുക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ദ എക്സ്ട്രീമിസ്റ്റ് were a faction within the international movement who advocated for direct action and mass mobilization to attain complete independence from British rule. They were dissatisfied with the moderate approach and pushed for a more assertive stand against colonial oppression. കുറച്ച് അസേർട്ടീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ വയലൻസ് ഒക്കെ ഉള്ള, കുറച്ചും കൂടെ സ്റ്റേൺ ആയിട്ട്, നമ്മൾ കുറച്ചും കൂടെ വയലന്റ് ആയിട്ട് പ്രതികരിക്കണം എന്ന് വാദിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളിലുള്ളത്. ഒപ്പം തന്നെ ഇവരെ ഒരു ട്രയോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ലാൽ ബാൽ പാൽ. ഓക്കെ, സോ ആ പേരുകൾ, ആ ട്രയോ അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും, ലാൽ ബാൽ പാൽ എന്ന്. സോ അത് ഓർമ്മ വെക്കുക. അതായത് എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ടായിരുന്നു, മോഡറേറ്റുകളും ഉണ്ടായിരുന്നു. ഓക്കെ, മോഡറേറ്റുകളിലാണ് ഈ നവറോജി ഒക്കെ വരുന്നത്. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, അറേഞ്ച് ദ ഫോളോയിങ് ഇന്റർനാഷണൽ ഇവന്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇത് വളരെ കോമൺ ആയിട്ട് ഈ ഇവന്റ്സ് തന്നെ ആവണമെന്നില്ല, പല ഇവന്റ്സിലായിട്ടും IR ചോദിക്കുന്ന, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സ് തരും, ആ ഇവന്റ്സ് ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടി പറയും. വളരെ അടുത്തടുത്ത് സംഭവിച്ച അല്ലെങ്കിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ചില ഇവന്റ്സ് ആയിരിക്കും മിക്കവാറും ഓപ്ഷൻസിൽ വരിക. ഓക്കെ, കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക. സോ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഹിസ്റ്ററി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പ്രധാനപ്പെട്ട ഇവന്റ്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ഇതുപോലത്തെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. സോ അതിന്റെയൊക്കെ ഇയറും അതൊരു സ്റ്റോറി പോലെ സ്റ്റെപ്പായിട്ട് ആലോചിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ 5 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിമൈസ് ഓഫ് കമ്മ്യൂണിസം ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അസംപ്ഷൻ ഓഫ് പ്രസിഡൻസി ബൈ മിഖായിൽ ഗോർബച്ചേവ്, INF ട്രീറ്റി. സോ ഈ ഓപ്ഷൻസും പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് വളരെ, എനിക്ക് തോന്നുന്നു, ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അഫ്കോഴ്സ് മിഖായിൽ ഗോർബച്ചേവിന്റെ പ്രസിഡൻസിയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. ഓക്കെ, അതായിരിക്കും ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയന് മുന്നായിട്ട് നടന്നിട്ടുണ്ടാവുക. സോ അത്തരത്തിൽ വേണം നമ്മൾ ഈ സ്റ്റോറികൾ കണക്ട് ചെയ്ത് വേണം ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കാൻ വേണ്ടി. ഓക്കെ, INF എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ്, USSR അമേരിക്കയോട് സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ നമുക്ക് ഇതിന്റെ ഇയേഴ്സ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതിൽ ഓപ്ഷൻ വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്, ഓക്കെ, സോ ഇതിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നത് യെസ്, മിഖായിൽ ഗോർബച്ചേവ് പ്രസിഡന്റ് ആവുന്നതാണ്. പിന്നീട് അദ്ദേഹം ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ഒരു റിഫോം കൊണ്ടുവരുന്നു. അതെല്ലാവർക്കും അറിയാം. ആ ഒരു റിഫോം ആണ് ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയന്റെ റീസൺസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. കാരണം കുറെ ലിബറൽ റിഫോംസ് സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുവന്നു. സോ അത്രയും കാലം വളരെ ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള, വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ജീവിച്ച ജനങ്ങൾ പെട്ടെന്ന് ഒരുപാട് ലിബറൽ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുകയും അങ്ങനെ
സോവിയറ്റ് യൂണിയന്റെ പാർട്ടുകളായിരുന്ന രാജ്യങ്ങൾ സ്വയം ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുകയൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. അങ്ങനെയാണ് ആ സ്റ്റോറി ഡെവലപ്പ് ആവുന്നത്. സോ ഗോർബച്ചേവ് പ്രസിഡന്റ് ആവുന്നു 85-ല്. പിന്നെ 87-ല് INF ട്രീറ്റി സോവിയറ്റ് യൂണിയനും US-ഉം കൂടെ സൈൻ ചെയ്യുന്നു. INF-ന്റെ ഫുൾ ഫോം ദ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ്. അതായത് ന്യൂക്ലിയർ ആംസും ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് കൺട്രോൾ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി US-ഉം സോവിയറ്റ് യൂണിയനും അന്നത്തെ കോൾഡ് വാർ സമയത്തുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് പവേഴ്സ് ആയിരുന്നു. ഇവർ രണ്ടുപേരും രണ്ട് ചേരിയായിട്ടൊക്കെ തിരിഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഒരു കോൾഡ് വാർ ഉണ്ടായിരുന്നത്. സോ ആ സമയത്ത് ന്യൂക്ലിയർ ആംസിന്റെ ഡെവലപ്മെന്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ് INF ട്രീറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മറന്നു പോകരുത്. ആരൊക്കെ തമ്മിൽ സൈൻ ചെയ്തു, എന്തിനു വേണ്ടി സൈൻ ചെയ്തു, ഏത് ഇയറിൽ സൈൻ ചെയ്തു? 1987-ലാണ് അത് സൈൻ ചെയ്യുന്നത്. പിന്നീട് 1989-ല് കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഈസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിരുന്ന, ഇന്നത്തെ വെസ്റ്റേൺ യൂറോപ്പ് അല്ല, വെസ്റ്റേൺ യൂറോപ്പ് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇറ്റലി, ഫ്രാൻസ്, പോർച്ചുഗൽ, മെഡിറ്ററേനിയൻ സൈഡിലുള്ള രാജ്യങ്ങളാണ്. ഈസ്റ്റേൺ യൂറോപ്പിൽ വരുന്ന രാജ്യങ്ങളാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, റഷ്യ, പോളണ്ട്, അതുപോലത്തെ രാജ്യങ്ങൾ. സോ ഈ ഒരു ഈസ്റ്റേൺ യൂറോപ്പിൽ അന്നത്തെ USSR ആയിരുന്നു. ഇന്നത്തെ റഷ്യ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അന്നത്തെ USSR ആയിരുന്നു. സോ ആ സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ കമ്മ്യൂണിസം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. USSRന്റെ ഭാഗമായതുകൊണ്ട് തന്നെ, പിന്നെ അയൽ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ പോളണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഉണ്ടായിരുന്നു. പക്ഷെ 1989-ല് കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഓരോന്നായി ഈസ്റ്റേൺ യൂറോപ്പിൽ കൊളാപ്സ് ആവാൻ തുടങ്ങി. അത് പോളണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതും സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷനിലുള്ള, അതായത് ആൾക്കാർക്ക് കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം കുറയാനും ഇങ്ങനെ അലീഡ് രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഇല്ലാതാവാനും തുടങ്ങി. സോ ഇത് സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷനിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഓപ്ഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ 1989 തൊട്ട് കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഈസ്റ്റേൺ യൂറോപ്പിൽ കൊളാപ്സ് ആവാൻ തുടങ്ങി, എസ്പെഷ്യലി സ്റ്റാർട്ടിംഗ് വിത്ത് പോളണ്ട്. പിന്നീട് 1990-ലേക്ക് വരുമ്പോഴത്തേക്കും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജർമ്മനി യൂണിഫൈഡ്, എൻഡിങ് കോൾഡ് വാർ ഡിവിഷൻസ്. അതായത് കോൾഡ് വാറിന്റെ സമയത്ത് ഈസ്റ്റും വെസ്റ്റും ജർമ്മനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും. ഓക്കെ, അതും രണ്ടും ഒന്ന് സോവിയറ്റ് യൂണിയന്റെ കീഴിലും ഒന്ന് US-ന്റെ കീഴിലും ആയിരുന്നു. സോ അത്തരത്തില് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഡിവിഷനെ ഇല്ലാതായി, അതായത് ജർമ്മനി യൂണിഫൈ ചെയ്യപ്പെട്ടു 1990 ആവുമ്പോഴത്തേക്ക്. അങ്ങനെ ഫൈനലി 1991-ല് സോവിയറ്റ് യൂണിയൻ ഫോർമലി ഡിസോൾവ് ആയിപ്പോയി. അതായത് എങ്ങനെ ഡിസോൾവ് ആയി? അതായത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന റിപ്പബ്ലിക്സ്, പാർട്ടുകൾ ഓരോന്നും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ 1991-ൽ ഒഫീഷ്യലി ഡിസോൾവ് ആയിപ്പോയി. സോ ഇങ്ങനെയാണ് ആ സ്റ്റോറി കണക്ട് ചെയ്ത് വായിക്കേണ്ടത്. ഇത് മൊത്തം ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. മിഖായിൽ ഗോർബച്ചേവ് പ്രസിഡന്റ് ആവുന്നത്, അതിനുശേഷം INF ട്രീറ്റി സൈൻ ചെയ്യുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റ് റെഷീംസ് ഓരോന്നായിട്ട് ഡിസോൾവ് ആയി പോകുന്നു, പിന്നീട് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജർമ്മനി ഇതൊക്കെ യൂണിഫൈഡ് ആവുന്നു. അതായത് ഇവരുണ്ടാക്കിയ ഡിവിഷൻസ്, US-ഉം USSR-ഉം കോൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡിവിഷൻസ് ഒക്കെ മാറുന്നു, അവർ ഏകരാജ്യങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ ഇവരുടെ എന്താ പറയാ, USSR-ന്റെ ഒരു സ്വാധീനം എല്ലായിടത്തുനിന്നും കുറയുന്നു. അങ്ങനെ USSR അവസാനം ഡിസിന്റഗ്രേറ്റ് ആയി പോകുന്നു, ഡിസോൾവ് ആയി പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഒരു സ്റ്റോറി പോലെ നമ്മൾ സ്റ്റെപ്പായിട്ട് ആലോചിച്ച് വെക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Arrange the following states with respect of their year of formation in ascending order. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ടും വളരെ റിപ്പീറ്റഡ് ആയിട്ടും UGC നെറ്റ് എക്സാമുകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് രൂപീകരിച്ച വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ക്രോണോളജിക്കലി അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അവരെ പ്ലേസ് ചെയ്യാന്നുള്ളത്. സോ ഇത് കുറച്ച് നമ്മൾ മകപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് 10-26 സ്റ്റേറ്റുകൾ ഉണ്ട്. അതിൽ തന്നെ എല്ലാ സ്റ്റേറ്റുകളും, മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളെയും കുറിച്ചിട്ട് ഇത് ചോദ്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. സോ ഏകദേശം പറ്റുന്നത്രയും നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മളത് മനസ്സിലാക്കുക. സോ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ നോക്കാം. ABCD ഇത് കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ്. അതായത് നമുക്കിതിന്റെ ആൻസർ ഒന്ന് നോക്കാം. 1912-ൽ ബീഹാർ ഫോം ചെയ്യുന്നു, 1949-ൽ രാജസ്ഥാൻ ഫോം ചെയ്യുന്നു, 1960-ൽ ഗുജറാത്ത്, 63 നാഗാലാൻഡ്, 61 ഹിമാചൽ പ്രദേശ്. സോ ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സുകളൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആസാമിൽ നിന്നുമാണ് നാഗാലാൻഡ്, പിന്നെ മേഘാലയ, അരുണാചൽ പ്രദേശ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ അരുണാചൽ പ്രദേശ് 1987-ൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് 72-ൽ മേഘാലയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാം ആസാമിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
പിന്നെ 2002 സിക്കിം. സോ ഇതുപോലെ സിക്കിം ഒക്കെ വളരെ കോമൺ ആയിട്ട് ഓപ്ഷൻസിൽ കാണുന്ന ഒരു സംസ്ഥാനമാണ്. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ പറ്റുന്നത്ര സംസ്ഥാനങ്ങളുടെ ഫോമിംഗ് ഇയേഴ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Arrange chronologically the following international organization: World Trade Organization WTO, North Atlantic Treaty Organization NATO, International Monetary Fund IMF, G20 and South Asian Association for Regional Cooperation SAARC. So ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തിട്ടുള്ള ഇയർ അനുസരിച്ച് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. ക്രൊണോളജിക്കലി ആണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം ക്രിയേറ്റ് ചെയ്തത് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരിക. സോ ഇതിൽ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫോം ചെയ്യുന്നത് 1940s അതുപോലെ നാറ്റോയും ഫോം ചെയ്യുന്നത് 1940s. ഓക്കെ, സോ അതിൽ തന്നെ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് IMF ആണ്. 1944 IMF സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നാറ്റോ 1946 അല്ല 1949 ദെൻ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ 1980s. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1990s. G20 1990s. പക്ഷെ എനിക്ക് തോന്നുന്നു WTO ആയിരിക്കും ആദ്യം ഫോം ചെയ്തിട്ടുണ്ടാവുക. G20 1999 ആ ഒരു പീരീഡിലാണ്. സോ ഇത് പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സിയിൽ തുടങ്ങുന്ന ഡിയിൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, ആദ്യത്തെ 2 ഓപ്ഷനും അങ്ങനെയാണ്. സോ സി കഴിഞ്ഞ് BEA, സി IMF NATO CBE. സോ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. CBEAD ഓപ്ഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. റൈറ്റ്, അതാണ്. നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, IMF ഫോം ചെയ്യുന്നത് 1944 1944 IMFന്റെ കൂടെ തന്നെ ഫോം ചെയ്യുന്ന വേറൊരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വേൾഡ് ബാങ്കിനെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയും ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കൂടെ വിളിക്കുന്നുണ്ട്. സോ ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഓർത്ത് വെക്കുക, ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMFും വേൾഡ് ബാങ്കും ആണ്. ഇവരുടെ കൂടെ തന്നെയാണ് ഗാട്ട് ഫോം ചെയ്യുന്നത് ഏകദേശം 1947. ഈ ഗാട്ട് പിന്നീട് റീനെയിം ചെയ്തിട്ടാണ്, പിന്നീട് അതിന്റെ കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ വരുത്തിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO 1995 ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നാറ്റോ ആണ്. നാറ്റോ 1949 കോൾഡ് വാറിന്റെ സമയത്താണ് ഫോം ചെയ്യുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുമായിട്ട് കൂടുതലുള്ള രാജ്യങ്ങളുള്ള ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. നാറ്റോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സാർക്ക് 1985 സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, അതായത് സൗത്ത് ഏഷ്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ് സാർക്ക്. 1985 ഫോം ചെയ്യുന്നത്. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാട്ടിനെ, അതായത് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് WTO വരുന്നത് 1995. ദെൻ G20 ഓഫ് കോഴ്സ് 1999. ദെൻ ഇതിന്റെ കൂടെ തന്നെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എപ്പോഴാണ് ഫോം ചെയ്തിട്ടുള്ളത്. 1948 ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ ഇതിന്റെ കൂടെ ആയിട്ട് പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അവർ എപ്പോൾ ഫോം ചെയ്തു എന്നുള്ളത്, ആസിയാൻ പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഫോമിംഗ് ഇയർ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എ തിങ്കർ ഓഫ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ആൻഡ് റെവല്യൂഷണറി ആക്ഷൻ. താഴെ പറയുന്നതിൽ ആന്റി കൊളോണിയൽ തിങ്കറിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാൾ മാർക്സ്, ഗ്രാംഷി, ഹന്ന, ഫ്രാൻസ് ഫാനൻ. 4th ഓപ്ഷൻ ഫ്രാൻസ് ഫാനൻ ആണ് ഒരു ആന്റി കൊളോണിയൽ സ്ട്രഗിൾ തിങ്കർ ആയിട്ട് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു പോസ്റ്റ് കൊളോണിയൽ തിങ്കറും കൂടെയാണ്. ഓക്കെ, ഫ്രാൻസ് ഫാനൻ ആണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫ്രാൻസ് ഫാനൻ ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് എ തിങ്കർ ഓഫ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ആൻഡ് റെവല്യൂഷണറി ആക്ഷൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 വർക്ക്സ് ഉണ്ട്, അത് നന്നായിട്ട് പഠിക്കണം. പുസ്തകത്തിന്റെ പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദ റെച്ചഡ് ഓഫ് എർത്ത്, ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാസ്ക്. ഓക്കെ, അദ്ദേഹം പറയുന്നത് കൊളോണിയലിസം ഒരു കോളനൈസ്ഡ് രാജ്യത്തിന്റെ പുറത്ത് ഒരു മെറ്റീരിയൽ ആൻഡ് ഇക്കണോമിക്കൽ ആധിപത്യം മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ സോഷ്യൽ ഇമ്പാക്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, കാലങ്ങളോളം ഒരു അടിമത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള എന്താ പറയാ തിയറീസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഫ്രാൻസ് ഫാനൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിങ്കറാണ്. ഓക്കെ, പിന്നീട് അദ്ദേഹം എന്താ പറയാ വയലന്റ് ആയിട്ടുള്ള ലിബറേഷൻ സ്ട്രഗിൾസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരാളും കൂടെയാണ്.
ഓക്കെ, അദ്ദേഹം വയലൻസ് കൊളോണിയലിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കൊളോണിയലിസത്തിനെതിരെ നമുക്ക് വയലന്റ് ആയിട്ടുള്ള സ്ട്രഗിളുകൾ നടത്താം, വയലന്റ് ആയിട്ടുള്ള ലിബറേഷൻ സ്ട്രഗിളുകൾ നടത്താം എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു തിങ്കറും കൂടെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ റവല്യൂഷണറി തിങ്കറും ആന്റി കൊളോണിയൽ തിങ്കറും ആയിട്ട് പറയുന്നത്. ഓക്കെ, നേരത്തെ ഓപ്ഷനിൽ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആന്റി കൊളോണിയൽ തിങ്കർ പ്ലസ് റവല്യൂഷണറി തിങ്കർ എന്ന്. ഓക്കെ, ഹന്നെയൊക്കെ ഒരു ഹ്യൂമനിസ്റ്റ് തിങ്കറിന്റെ രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. സോ ആ ഓപ്ഷനിൽ ഫ്രാൻസ് ഫാനൻ ആണുള്ളത് ആന്റി കൊളോണിയൽ തിങ്കർ ആയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രാൻസ് ഫാനൻ ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, സോ ആറാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് പുസ്തകങ്ങളുടെ പേരാണ്. ഈ പുസ്തകങ്ങളെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ക്രൊണോളജിക്കലി അറേഞ്ച് ദ ക്ലാസിക്കൽ വർക്ക്സ് ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ്. സോ ഒന്നാമത്തെ പുസ്തകം എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ വിത്ത് സ്ട്രക്ചേഴ്സ് ഓൺ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സബ്ജക്ട്സ്. ഇതൊരു മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന് പറയുന്ന തിങ്കർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ പുസ്തകമാണ്. എലമെന്റ്സ് ഓഫ് ഫിലോസഫി ഓഫ് റൈറ്റ് ഹെഗലിന്റെ പുസ്തകമാണ്. ഓൺ ലിബർട്ടി ജെ.എസ്. മില്ലിന്റെ പുസ്തകമാണ്. ദ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് ഇത് കാൾ മാർക്സിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഓക്കെ, സോ ഈ 5 പേരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏകദേശം അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ റൂസോയും മേരി വോൾസ്റ്റോൺക്രാഫ്റ്റും ആണ് ഏകദേശം സമകാലികരായിട്ട് വരുന്നത്. സോ അതിൽ തന്നെ ഈ പുസ്തകങ്ങൾ ഏത് ഇയറിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഓക്കെ, BACED ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ആദ്യം വരുന്നത് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് ആണ് 1762. രണ്ടാമത്തത് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ പുസ്തകമാണ് 1792. ഓക്കെ, രണ്ടും എഴുതിയിട്ടുള്ളത് ഏകദേശം ഒരേ പീരീഡിലാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദെൻ 1800-ല് 1820-ല് ഫെഡറിക് ഹെഗലിന്റെ എലമെന്റ്സ് ഓഫ് ഫിലോസഫി ഓഫ് റൈറ്റ്. ദെൻ 1844-ല് കാൾ മാർക്സിന്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഓഫ് ഏലിയനേഷൻ ഒക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ഈ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ദെൻ 1859 ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ ഓൺ ലിബർട്ടി. നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ഇവർ തമ്മിൽ ഈ പുസ്തകങ്ങളുടെ പീരീഡുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ വളരെ നമ്മൾ നന്നായിട്ട് പഠിച്ചാലും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താലും മാത്രമാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്, വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് പുസ്തകങ്ങളുടെ പേരുകൾ ചോദിച്ചിട്ടുള്ളത്. തിങ്കേഴ്സിന്റെ കാലഘട്ടങ്ങൾ മനസ്സിലാക്കി ഒരു പരിധിവരെ നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്ഷൻസ് ഒക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട്. പക്ഷെ ഏറ്റവും നല്ല മെത്തേഡ് പറ്റുന്നത്ര നമ്മൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇയറും പുസ്തകങ്ങളുടെ പേരും അത് എഴുതിയവരുടെ പേരും. ഓക്കെ, ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേബിളിൽ കുറച്ച് ഇസംസ് കൊടുത്തിട്ടുണ്ട്. സോഷ്യലിസം, ഫെമിനിസം, ഇക്കോളജിസം, മൾട്ടി കൾച്ചറലിസം. സോ ഈ ഇസങ്ങളൊക്കെ എന്താണെന്ന് അറിയായിരിക്കും എന്ന് വിചാരിക്കണം. രണ്ടാമത്തെ ടേബിളിൽ ആ സ്ട്രീം ഓഫ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട തിങ്കേഴ്സിന്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവരെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യണം. ഇതിൽ സോഷ്യലിസത്തിലെ പ്രധാനപ്പെട്ട തിങ്കർ ആവുന്നത് ഷൂമാക്കർ, ചാൾസ് ടൈലർ, പിക്കറ്റി, ബെൽ ഹൂക്സ്. തോമസ് പിക്കറ്റിയാണ് സോഷ്യലിസത്തിലെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. ഫെമിനിസം ബെൽ ഹൂക്സ് ആണ്. ഇക്കോളജിസം ഷൂമാക്കർ ആണ്. മൾട്ടി കൾച്ചറലിസം ചാൾസ് ടൈലർ ആണ്. ഓക്കെ, സോ A3B4 C1 D2. യെസ്, സോ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്നാണ് തോന്നുന്നത്. യെസ്, ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ തോമസ് പിക്കറ്റി, സോഷ്യലിസം. Piketty's focus on wealth disparity aligns with the socialist critique of capitalist economy. സോ അദ്ദേഹം സോഷ്യലിസത്തിൽ ഫേമസ് ആയിട്ട് എഴുതുന്ന ഒരു ഫ്രഞ്ച് പ്രൊഫസറാണ് തോമസ് പിക്കറ്റി, ഇക്കണോമിക് പ്രൊഫസറാണ്. സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി. സോ നമ്മൾ എപ്പോഴും ഒരു സ്ട്രീം ഓഫ് തോട്ട് പഠിക്കുമ്പോൾ ആ സ്ട്രീം ഓഫ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കേഴ്സിനെ പഠിക്കണം. ഒപ്പം തന്നെ ആ തിങ്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളുടെ പേരും വളരെ ഫേമസ് ആയിട്ടുള്ള 2 പുസ്തകങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, സോ ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകം തോമസ് പിക്കറ്റിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ദെൻ ബെൽ ഹൂക്സിന്റെ ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിങ്കറാണ്. ഇന്റർസെക്ഷനാലിറ്റി ഇന്റഗ്രേറ്റ്സ് ദ ഇഷ്യൂസ് ഓഫ് ജെൻഡർ വിത്ത് റേസ് ആൻഡ് ക്ലാസ്. ജെൻഡറും റേസും ഇന്റർസെക്ഷനാലിറ്റി ഒക്കെയാണ് ബെൽ ഹൂക്സിന്റെ സബ്ജക്ട്സ് അല്ലെങ്കിൽ എഴുതുന്ന കൂടുതലായിട്ടുമുള്ള തോട്ട്. അതെ, അവരുടെ പ്രധാനപ്പെട്ട 2 പുസ്തകമാണ് ഫെമിനിസം ഫോർ എവരിബഡി ആൻഡ് ഓൾ അബൌട്ട് ലവ് ന്യൂ വിഷൻസ്. ഫെമിനിസം ഫോർ എവരിബഡി ഈസ് എ ഫേമസ് ബുക്ക്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ബെൽ ഹൂക്സിന്റെ പുസ്തകങ്ങൾ.
ദെൻ ഷൂമാക്കർ, എക്കോളജിസം. ഇക്കോളജിസം വളരെ പ്രധാനപ്പെട്ട ഒരു തോട്ടാണ്. അതിൽ തന്നെ ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ദെൻ ചാൾസ് ടൈലർ, മൾട്ടികൾച്ചറലിസം, സെയിം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിങ്കറാണ്. അദ്ദേഹം കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇൻക്ലൂസീവ് ഡെമോക്രാറ്റിക് വാല്യൂസ്, മൾട്ടികൾച്ചറലിസം എന്താണെന്ന് അറിയാലോ, അതായത് ഒരുപാട് ഡിഫറൻസസ്, ഇപ്പം റിലീജിയൻ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, പരസ്പരമുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള തോട്ടാണ്. മൾട്ടികൾച്ചറലിസം ഇപ്പോൾ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ രാജ്യങ്ങളിലും മൾട്ടികൾച്ചറലിസം പോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് അല്ലെ. പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഗ്ലോബലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ രാജ്യങ്ങളും വളരെ മിക്സഡ് ആണ്, കൾച്ചറലി ഡൈവേഴ്സ് ആണ് ഇപ്പോൾ. സോ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൂടുന്ന ഒരു ലൈൻ ഓഫ് തോട്ടാണ് ഈ മൾട്ടികൾച്ചറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മൾട്ടികൾച്ചറലിസം ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് ദെൻ ഹെഗൽ ആൻഡ് മോഡേൺ സൊസൈറ്റി. രണ്ട് പുസ്തകങ്ങൾ ചാൾസ് ടൈലറിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. സോ എപ്പോഴും ഒരു സ്ട്രീം ഓഫ് തോട്ട് പഠിക്കുമ്പോൾ ആ തോട്ട് എന്താണെന്ന് പഠിക്കുക, അതിലെ പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുക, ആ തിങ്കേഴ്സിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കുക. 1-2 പുസ്തകങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി വേരിയൻസ് ഓഫ് ഇന്റർനാഷണൽ ലിബറലിസം? ഇതാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ക്രൂക്കഡ് ആക്കുന്നത്. ഇന്റർനാഷണൽ ലിബറലിസം. സോ ലിബറലിസം എന്താണെന്ന് നമുക്കറിയാം. ക്ലാസിക്കൽ ലിബറലിസം, നിയോ ലിബറലിസം ഒക്കെ നമുക്കറിയാം. ഒപ്പം തന്നെ ഇന്റർനാഷണൽ ലിബറലിസം. ഇന്റർനാഷണൽ ലിബറലിസം എന്ന് പറയുന്നത് ലിബറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മളൊരു ഇന്റർനാഷണൽ സെറ്റപ്പിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്റർനാഷണൽ ലിബറലിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേരിയൻസ് ആണ് നമ്മൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തിനെ കട്ട് ചെയ്യാം? ഇതിൽ നമുക്കൊരു എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴെയുള്ള 5 ഓപ്ഷനുകളിൽ, അതായത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം, ഡെമോക്രാറ്റിക് ലിബറലിസം, നിയോ ലിബറലിസം, ക്ലാസിക്കൽ ലിബറലിസം, ഇതിൽ നിന്നും നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ക്ലാസിക്കൽ ലിബറലിസത്തെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം ക്ലാസിക്കൽ ലിബറലിസം ഒരു വലിയ ഹോൾ ലിബറലിസത്തിന്റെ പാർട്ടാണ്. ക്ലാസിക്കൽ ലിബറലിസം അതായത് മനുഷ്യരുടെ ലിബറൽ മൂല്യത്തിന്, ഫ്രീഡത്തിന് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മിനിമൽ റോൾ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ലാസിക്കൽ, അതായത് ലിബറലിസത്തിന്റെ ഒരു വലിയ വൈഡ് സ്പെക്ട്രത്തിലുള്ള ഒരു വേരിയന്റ് ആണ് ക്ലാസിക്കൽ ലിബറലിസം. അത് ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ മാത്രം വേരിയന്റ് അല്ല. ഡി, നിയോ ലിബറലിസം. നിയോ ലിബറലിസം കുറച്ചും കൂടെ ഞാൻ പറഞ്ഞത് പോലെ തന്നെ നേരത്തെ ഒരു വൈഡ് സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് നിയോ ലിബറലിസം. ഒരു ഇന്റർനാഷണൽ അനാലിസിസ് തന്നെയാണ് അവർ നടത്തുന്നതെങ്കിൽ പോലും കുറച്ചും കൂടെ ഒരു അനാർക്കിക് സെറ്റപ്പിലുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പ്ലനേഷൻ ആണ് അവർ നടത്തുന്നത്. ഒരു അനാർക്കിക് സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം പോലെയുള്ള കൺസെപ്റ്റുകളാണ് കൂടുതലായിട്ടും നിയോ ലിബറലിസമായിട്ട് വരുന്നത്. ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ വേരിയൻസ് ആയിട്ട് വരുന്നത് എയും ബിയും സിയും ആണ്. അതായത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം, റിപ്പബ്ലിക്കൻ ആൻഡ് ഡെമോക്രാറ്റിക് ലിബറലിസം. സോ ഇതിന്റെ ആൻസർ വരുന്നത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം, ഡെമോക്രാറ്റിക് ലിബറലിസം. ഈ 3ഉമാണ് ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ വേരിയൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അപ്പോൾ നമുക്ക് ആൻസറിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്. ഈ കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് തിയറി ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ ഒരു വേരിയന്റ് ആണ്. ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് റോബർട്ട് കോനെ, ജോസഫ് നെ എന്ന് പറയുന്ന 2 തിങ്കേഴ്സ് ആണ്. അവരുടെ പവർ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്, അതായത് ഒരു ലിബറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം എന്താണ്? അതായത് ഒരു ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടാവും, ഇവരെല്ലാവരും പീസ്ഫുള്ളി കോ എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവര് റിയലിസം പറയുന്നത് എന്താണ്? റിയലിസം ഒരു ഇന്റർനാഷണൽ തോട്ട് സ്ട്രീം ആണ്. അതായത് സ്റ്റേറ്റുകൾ പരസ്പരം ഇന്റർനാഷണൽ സിസ്റ്റത്തില് രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കുകളായിരിക്കും, അവരെപ്പോഴും പവർ മാക്സിമൈസേഷന് വേണ്ടി ശ്രമിക്കുന്നുള്ള കൺസെപ്റ്റ് ആണ്. നേരെ മറിച്ച് ലിബറലിസം പറയുന്നത് സ്റ്റേറ്റുകൾ പരസ്പരം കോ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസും പറയുന്നത് സ്റ്റേറ്റുകൾ പരസ്പരം കോ എക്സിസ്റ്റ് ചെയ്യും. അതായത് അവർ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസസ് മാക്സിമം റിഡ്യൂസ് ചെയ്ത് അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്യും. എന്തുകൊണ്ട് കോപ്പറേറ്റ് ചെയ്യും? ഇവിടെയാണ് ഇവർ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവർ പറയുന്നത്, കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസിൽ പറയുന്നത് പേര് പോലെ തന്നെ ഈ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റർഡിപെൻഡൻസ് ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റുകൾക്കും
ഐസൊലേറ്റഡ് ആയിട്ടോ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധമില്ലാതെയോ നിലനിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ട്രേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതായത് ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഡൈവേഴ്സ്, അതായത് നമ്മൾ പരസ്പരം ആൾക്കാർ പോകുന്നുണ്ട് അല്ലെ, ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്, പരസ്പരം മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, സോ ഇങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കാര്യങ്ങളായിക്കോട്ടെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ച് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, എല്ലാ സ്റ്റേറ്റുകളുടെയും കോപ്പറേഷൻ അതിനാവശ്യമാണ് അല്ലെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ തമ്മിൽ കോപ്പറേഷൻ ആവശ്യമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർക്ക് തമ്മിൽ കോപ്പറേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. അവർക്ക് പരസ്പരം ഐസൊലേറ്റഡ് ആയിട്ട് പരസ്പരം സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കോംപ്ലക്സ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ റെഡ്യൂസ് ചെയ്ത് പരസ്പരം കോപ്പറേറ്റ് ചെയ്യാനുള്ള രീതികളായിരിക്കും അവലംബിക്കുക എന്നുള്ളതാണ് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് തിയറി കൊണ്ട് ഈ രണ്ട് തിങ്കേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ ഒരു വേരിയന്റ് ആണെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം പറയുന്നത് അതായത് ഇന്റർനാഷണൽ ഓർഡറിൽ, അതായത് ഒരു ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ കോപ്പറേറ്റ് ചെയ്യുന്നു, അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരാണ് പരസ്പരമുള്ള ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പരസ്പരമുള്ള ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് റെസൊല്യൂട്ട് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നത് ഇത്തരം ഓർഗനൈസേഷൻസ് ആണ്. അതിപ്പോ UN ആവാം, WTO ആവാം, IMF ആവാം. സോ ഇത്തരം ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവ എന്ത് ചെയ്യും, സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സുകളൊക്കെ പരിഹരിച്ച് അവർക്ക് പരസ്പരം കോപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ലിബറൽ ഇന്റർനാഷണൽ ഓർഡർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ ഒരു തോട്ട് പ്രോസസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസം കൊണ്ടുവെക്കുന്നത്. ഓക്കെ, മൂന്നാമത്തത് റിപ്പബ്ലിക്കൻ ഓർ ഡെമോക്രാറ്റിക് ലിബറലിസം. ഇത് കൈൻഡ് ഓഫ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പീസ് തിയറി. ഇവർ പറയുന്നത് അതായത് ഒരു ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റേറ്റുകളിലൊക്കെ ഡെമോക്രസി ഉണ്ടാവണം എന്നുള്ളൊരു ബിലീഫാണ്. അതായത് ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റുകൾ ഒരു സ്റ്റേറ്റിനെ ഭരിക്കുമ്പോൾ അവർ കൂടുതലും ഈ ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസ്, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി, അവിടെ ഇന്റേണൽ ആയിട്ടുള്ള കുറെ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അവർ ലിബറൽ ആശയങ്ങളായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇതൊക്കെ കൊടുക്കുന്ന ഗവൺമെന്റ്സും ആയിരിക്കും. അപ്പോൾ ജനങ്ങൾ ഇന്റേണൽ പ്രശ്നങ്ങൾ ഒരു രാജ്യത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എപ്പോ ആ രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റുകളാണ് ആ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവിടെ ഇന്റേണലി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ ഇന്റേണലായി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാവുമ്പോഴാണ് അവർക്ക് എക്സ്റ്റേണലി, അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. സോ അത്തരത്തിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവും, അവരങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകും. ഇതാണ് ഡെമോക്രാറ്റിക് ലിബറലിസം എന്ന്, ഡെമോക്രാറ്റിക് പീസ് തിയറി, ഇതിന്റെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ വളരെ കണിഷരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഫാഷിസ്റ്റ് ഗവൺമെന്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇന്റേണലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒപ്പം തന്നെ അവരെ പരസ്പരം ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ മറ്റു രാജ്യങ്ങൾ അവരെ അംഗീകരിക്കണം എന്നൊന്നുമില്ല. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഇന്റർനാഷണൽ ഓർഡറിൽ എന്ത് സംഭവിക്കും, അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാതാവും അല്ലെ, പരസ്പരം രാജ്യങ്ങൾ കോപ്പറേറ്റ് ചെയ്യാതാവും, പരസ്പരം സഹകരിക്കാതെയാവും. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. സോ രാജ്യങ്ങൾ ഡെമോക്രസി ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊന്നും പോവില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നുമാണ് ഈ ഡെമോക്രാറ്റിക് പീസ് തിയറി ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ മൂന്നുമാണ് അപ്പോൾ എന്തിന്റെ വേരിയൻസ് ആയിട്ട് വരുന്നത്, ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ വേരിയൻസ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ വേരിയൻസ് ആയിട്ട് വരെ ലിബറലിസം. സോ ഇതിൽ വേരിയൻസ് ആയിട്ട് വരാത്തവ, അതായത് നിയോ ലിബറലിസവും ക്ലാസിക്കൽ ലിബറലിസവും. നിയോ ലിബറലിസം എന്തുകൊണ്ടാണ് വരാത്തത്? നിയോ ലിബറലിസം ഈസ് എ സിഗ്നിഫിക്കന്റ് അപ്രോച്ച് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ബട്ട് ഫോക്കസസ് മോർ സ്പെസിഫിക്കലി ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ആൻ അനാർക്കിക് സിസ്റ്റം ആൻഡ് ഈസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ബ്രോഡർ നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഫ്രെയിംവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അനാർക്കിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു അനാർക്കിക് സിസ്റ്റം, അതായത് ഒരു വേൾഡിൽ ഇപ്പോൾ ഒരു അനാർക്കിക് സിസ്റ്റം ആണ് നിൽക്കുന്നത്, പരസ്പരം എന്താ പറയുക, ഒരു ഹിജ്മൺ പവർ അവിടെ ഇല്ല മറ്റു രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് പവർ ഹോൾഡർ ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റില് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാധാന്യം. ഇങ്ങനെയാണ് നിയോ ലിബറലിസം തന്റെ എക്സ്പ്ലനേഷൻസ് കൊണ്ടുപോകുന്നത്. അതൊരു ബ്രോഡർ ലിബറലിസത്തിന്റെ വേരിയന്റ് ആയിട്ടാണ് വരിക, പർട്ടിക്കുലർലി ഇന്റർനാഷണൽ ലിബറലിസത്തിന്റെ വേരിയന്റ് ആയിട്ട് വരില്ല. രണ്ട്, ക്ലാസിക്കൽ ലിബറലിസം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലിബറൽ കൺസെപ്റ്റ് ആണ്, അതായത് വലിയൊരു സ്പെക്ട്രം ഓഫ് ലിബറൽ തോട്ടിന്റെ വേരിയന്റ് ആണ്.
അല്ലാതെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിക്കൽ ലിബറലിസം emphasizes individual rights, free markets and limited government, primarily within a democratic context, and does not directly address international relations dynamics in the same way as other liberal variant. So ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നിയോ ലിബറലിസം ഒക്കെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കും. സോ അതിന് എലിമിനേഷൻ മെത്തേഡ് പോലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി കോർണർ സ്റ്റോൺ ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് മാൻഡേറ്റ് derives from Article 324 of the Constitution. അതായത് ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ള രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 324 mandated that commission is to be led by a single ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു സിംഗിൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കണം കമ്മീഷൻ ലീഡ് ചെയ്യേണ്ടത് എന്ന് ആർട്ടിക്കിൾ 24 പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിന്റ് അഡീഷണൽ കമ്മീഷണേഴ്സ്. പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെയാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് അഡീഷണൽ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. C. Judiciary is barred from interference in the election process. D. Election Commission also conducts the elections of Panchayat. E. During the election period, CEC, that is Chief Election Commissioner, act as a Chief Executive Officer of Government of India. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫോൾസ് എന്നായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരിക. അതായത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇതിൽ നമുക്ക് ഫേക്ക് ആണെന്ന് തോന്നുന്നത് ഈ ഫേക്ക് ആണ്. അതായത് ഇലക്ഷൻ പീരീഡിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇല്ല, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒരിക്കലും ഇലക്ഷൻ കമ്മീഷണേഴ്സിന് കൊടുക്കാറില്ല. പിന്നെ ഡി ഓപ്ഷനും തെറ്റാണ്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് പറഞ്ഞിട്ട് അല്ല. പഞ്ചായത്ത് ഇലക്ഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. സോ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ അല്ല അത് പഞ്ചായത്ത് ഇലക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എയും ബിയും സിയും എ ബി സി ഓപ്ഷൻസ് ഉണ്ട്. ഡിയും ഇയും റോങ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. സോ എ ബി സി ആയിരിക്കും ആൻസർ എന്നാണ് തോന്നുന്നത്. യെസ്, എ ബി സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിയും ഇയും റോങ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എ ഓപ്ഷൻ 3 ഓപ്ഷൻ 4 ഓപ്ഷൻ, അതായത് 1ലും 3ലും 4ലും ഡിയും ഇയും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. സോ എ ബി സി ട്രൂ ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ നമുക്ക് ആർട്ടിക്കിൾ 324 എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം. Article 324 establishes Election Commission of India as the authority for conducting elections for Parliament and state legislatures. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതായത് ആർട്ടിക്കിൾ 24ലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ക്രിയേഷനെ കുറിച്ച് പറയുന്നത്. പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇലക്ഷനെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Chief Election Commissioner initially led a single member commission but can be assisted by additional commissioners appointed by the President. ആദ്യം ഇതൊരു സിംഗിൾ മെമ്പർ കമ്മീഷൻ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. പിന്നീട് അത് മൾട്ടി മെമ്പർ ആയതാണ്. 3 മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്. അപ്പോൾ 2 അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ടാവും, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടാവും. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും പവേഴ്സിൽ 3 പേരും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ ലീഡർ ആയിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയാണ്. ഓക്കെ, പിന്നീട് 2 പേര് എക്സ്ട്രാ ഉണ്ടാവും. ഈ 2 പേര് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. The judiciary is generally barred from interfering in election processes while they are ongoing to maintain the autonomy of ECI. അതായത് ജുഡീഷ്യറി പലപ്പോഴും ഇലക്ഷന്റെ മാറ്റേഴ്സിൽ ഇടപെടാറില്ല. പലപ്പോഴും ഇലക്ഷന്റെ മുഴുവൻ പവറുകളും ഓട്ടോണമിയും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സിംഗിൾ ഹെഡഡ് ആയിട്ട് ലീഡ് ചെയ്യുന്നു, അതായത് ലീഡറാണ്. രണ്ടാമത്തേത് ജുഡീഷ്യറി ബാർഡ് ആണ്, അതായത് ജുഡീഷ്യറി ഇടപെടില്ല. ഓക്കെ, ദെൻ ECI ഡസ് നോട്ട് കണ്ടക്ട് പഞ്ചായത്ത്. നേരത്തെ പറഞ്ഞത് കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞത്. പഞ്ചായത്തിലും മുനിസിപ്പൽ ഇലക്ഷൻസിലും ഒക്കെ സ്റ്റേറ്റിനകത്ത് ഇന്റേണലി നടക്കുന്ന ഇലക്ഷൻസിനും ഒക്കെ ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ്. ഓക്കെ, ദെൻ CEC, ദാറ്റ് ഈസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡസ് നോട്ട് അസ്യൂം എക്സിക്യൂട്ടീവ് പവേഴ്സ് ഡ്യൂറിംഗ് ഇലക്ഷൻസ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് എക്സിക്യൂട്ടീവ് ആവുന്നതാണ്. പക്ഷെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഫങ്ഷൻസ് അസ്യൂം ചെയ്യില്ല. ഓക്കെ,
ജസ്റ്റ് ഇലക്ഷൻസ് ഓവർസീയിങ് ചെയ്യുന്നത് മാത്രമാണ് അവർക്ക് റൈറ്റ് ആയിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒരിക്കലും ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുക്കില്ല. ഓക്കെ, സോ ഈ ഡിയും ഇയും ഓപ്ഷൻസ് തെറ്റാണെന്ന് നമ്മൾ കണ്ടു. സോ ABC സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെന്ന് കണ്ടു. സോ അതാണ് നമ്മൾ ആൻസറിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫങ്ഷൻസ് ആസ് ആൻ ഓട്ടോണമസ് ബോഡി ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വിത്തൗട്ട് ഗവൺമെന്റൽ ഓർ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, അതായത് എന്തുകൊണ്ടാണ് ജുഡീഷ്യറി ഒന്നും ഇൻവോൾവ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് കംപ്ലീറ്റ് ഓട്ടോണമി, ഇലക്ഷന്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ഓട്ടോണമി ഇലക്ഷൻ കമ്മീഷണറിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ മോഡൽ, ഇവരാണ് ഈ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ളവർക്ക് കാൻഡിഡേറ്റ് ആവാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ പാർട്ടികൾക്ക് ഫണ്ടിങ് ശേഖരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രചരണങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്താം, ഇതുപോലെയുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്ലേസ് ചെയ്യുന്നതും അതൊക്കെ എഴുതി ഉണ്ടാക്കുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, ദെൻ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സാലറിയും അലവൻസസും ഒക്കെ നോക്കുമ്പോൾ ഒരു സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജിന് കിട്ടുന്ന അതേപോലെയുള്ള സാലറിയും അലവൻസും ഒക്കെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണർക്ക് കിട്ടുക. മാത്രമല്ല അവരെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രൊസീജിയറിലൂടെയാണ്. ഓക്കെ, അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ ഓഡിറ്റ്. ഓക്കെ, ഇത് കുറച്ചൊരു ട്രിക്കി, ഒരു അൺസർട്ടൈൻ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എൻകറേജസ് ഇ ഡെമോക്രസി, promotes collective decision making and sharing responsibilities, trains the community in audit practices, benefits local bureaucracy and elected representatives. സോ ഇതിലൊരു പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് പല ടൈപ്പിലുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് ആണ്. രണ്ടാമത്തത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ആൻസറിങ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനോട് ചേർന്ന് നിൽക്കുന്ന, ഒരു പെർഫെക്റ്റ് ആൻസർ ഉണ്ടാവില്ല, ആ ക്വസ്റ്റ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആൻസർ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അഡ്വാൻറ്റേജ് സോഷ്യൽ ഓഡിറ്റിന്റെ ഏറ്റവും ഈ നാലെണ്ണത്തിൽ അഡ്വാൻറ്റേജസ് അല്ലാത്തവയുണ്ടാവും, ബന്ധമില്ലാത്തവയുണ്ടാവും, ചിലപ്പോൾ ബന്ധമുള്ള 2 കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ, അങ്ങനെ വേണം നമ്മൾ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സോഷ്യൽ ആൻഡ് അവരുടെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ഓഡിറ്റിങ്ങിനെയാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. പിന്നെ ട്രെയിൻസ് കമ്മ്യൂണിറ്റി ഇൻ ഓഡിറ്റ് പ്രാക്ടീസസ്, അത് വരില്ല. രണ്ടാമത്തത് ലോക്കൽ ബ്യൂറോക്രസി ആൻഡ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. ഇതിൽ ക്വസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. കളക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനെയും ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. സോ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഓഡിറ്റിംഗ് ഈസ് എ റിവ്യൂ ഓഫ് എൻ ഓർഗനൈസേഷൻ സോഷ്യൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അസസ് ഹൗ വെൽ എ ഗവൺമെന്റ് ഏജൻസി ഈസ് സ്പെൻഡിങ് മണി. സോ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം നന്നായിട്ട് അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസിനെ അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം കൺസ്യൂമർ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ സർവീസിന് വേണ്ടി വരുന്ന ജനങ്ങളോട് എത്രത്തോളം നന്നായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ അതിൽ കറപ്ഷൻ ലെവൽ എത്രയാണ്, എംപ്ലോയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ ഗവൺമെന്റൽ ഏജൻസീസിനും ഒരുപാട് ഫണ്ടിങ് ഒക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ, ഓരോ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി, ഡെവലപ്മെന്റൽ പ്രൊജക്ടിനൊക്കെ വേണ്ടി. സോ അതിൽ കൃത്യമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കറപ്ഷൻ അവിടെ നടക്കുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നതും സോഷ്യൽ ഓഡിറ്റിംഗ് വഴിയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. പൊതുവെ സോഷ്യൽ ഓഡിറ്റിംഗിന് 3 ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഓപ്പറേഷണൽ ബെനിഫിറ്റ്സ്. അതായത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ എന്താ പറയാ,
സോഷ്യൽ ഓഡിറ്റിംഗ് കൃത്യമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസിൽ നമുക്കൊരു എഫിഷ്യൻസി കാണാൻ വേണ്ടി പറ്റും. അതായത് ആ ഓർഗനൈസേഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതായത് ഇപ്പം എംപ്ലോയീസിന്റെ എണ്ണം കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടോ, ഫങ്ഷണൽ സ്ട്രഗിൾസ് ഉണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി സോഷ്യൽ ഓഡിറ്റിങ്ങിന് സാധിക്കും. ഓക്കെ, രണ്ടാമത്തത് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ്. ഇതിലാണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നത്. അതാണ് നമ്മൾ ആ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ ആ ഡിസിഷൻ മേക്കിംഗ് സൊസൈറ്റിയുടെയും എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസിന്റെയും ഒക്കെ കൂടെ ചേർന്ന് അലൈൻ ചെയ്തു പോകുന്നുണ്ടോ? അതായത് ഓരോ സൊസൈറ്റിയിൽ ഓരോരോ ഫംഗ്ഷൻസ് ഉണ്ടല്ലേ ഓരോ ഓർഗനൈസേഷൻസിന്. പിന്നെ സൊസൈറ്റിയോടും എൻവയോൺമെന്റിനോടും നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഓർഗനൈസേഷൻസിനുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. സോ ഇതൊക്കെ ഒരു ഹോൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അത്തരത്തിൽ സൊസൈറ്റിയോടും ജനങ്ങളോടും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണോ ഓർഗനൈസേഷൻസിൽ നടക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതൊന്നും കൂടെ റീചെക്ക് ചെയ്യാനും പരസ്പരം ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സോഷ്യൽ ഓഡിറ്റിംഗ് സഹായിക്കും. പിന്നീട് വരുന്നതാണ് റെപ്യൂട്ടേഷണൽ ബെനിഫിറ്റ്സ്. റെപ്യൂട്ടേഷണൽ സോഷ്യൽ ഓഡിറ്റിംഗ് കൃത്യമായി നടന്ന് അത് കൃത്യമായി ട്രാൻസ്പെറന്റ് ആയി ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ നല്ലൊരു രീതിയിലുള്ള എത്തിക്കൽ, മോറൽ അല്ലെങ്കിൽ സോഷ്യൽ പെർഫോമൻസ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ജനങ്ങൾക്കിടയിൽ ആ ഓർഗനൈസേഷനോടുള്ള ഒരു വിശ്വാസം കൂടാനും കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവാനും, അതായത് പീപ്പിൾ ഫ്രണ്ട്ലി ഒക്കെ ആവാനും ഒക്കെ ആ ഓർഗനൈസേഷനെ സഹായിക്കും. കാരണം ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിംഗ് വരികയും ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാനും ആ ഓർഗനൈസേഷനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനും ഓർഗനൈസേഷന് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളും റെപ്യൂട്ടേഷണൽ ബെനിഫിറ്റ്സും സോഷ്യൽ ഓഡിറ്റിംഗിലൂടെ ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് ഒരു ഹോൾ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ കളക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനും റെസ്പോൺസിബിലിറ്റീസിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. ഇതിന്റെ ലിമിറ്റേഷൻസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും? ടൈം കൺസ്യൂമിംഗ് ആണ്, ചിലപ്പോൾ ഇതൊന്നും മര്യാദയ്ക്ക് നടക്കണമെന്നില്ല, കറപ്റ്റഡ് ആയിട്ട് നടക്കാം സോഷ്യൽ ഓഡിറ്റിംഗ് അല്ലെ, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന്റെ കാര്യം നമ്മൾ ഒബ്ജക്റ്റീവ്ലി മനസ്സിലാക്കുക, അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ജനങ്ങളും എല്ലാ സമയത്തും നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ല, പല രീതികളിൽ റിയാക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന ഈഗോ ക്ലാഷ് പോലെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇതുപോലത്തെ കുറച്ച് ലിമിറ്റേഷൻസ് സോഷ്യൽ ഓഡിറ്റിംഗിലുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ട്രൂത്ത് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അതുപോലുള്ള ലിമിറ്റേഷൻസ് സോഷ്യൽ ഓഡിറ്റിംഗിലുണ്ട് കൃത്യമായിട്ട്. അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് കൃത്യമായി നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കൃത്യമായി നടത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള ബെനിഫിറ്റ്സും അതിലൂടെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് 10ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്ത സെറ്റിൽ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരെ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കൺസെപ്റ്റുകൾ, സോഷ്യൽ ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഫെമിനിസം, ഇക്കോളജിസം, കൺസ്ട്രക്റ്റിവിസം, സോ പിന്നെ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം, ആ ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ. കൺസെപ്റ്റുകൾ കൂടുതൽ ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആക്കിയതിനു ശേഷം ആ കൺസെപ്റ്റുകളിൽ ചേരുന്ന തിങ്കേഴ്സ് ഉണ്ടോ, അവർ എന്തെങ്കിലും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എങ്ങനെയാണ്, അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസിലെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ തയ്യാറാക്കി, റൂമിൽ ചാർട്ട് പോലെയൊക്കെ തയ്യാറാക്കി നിങ്ങൾ കാണുന്നിടത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ പിന്നെ സ്റ്റോറികളായിട്ട് സംഭവങ്ങളെ ഓർത്ത് വെക്കുക. നമ്മൾ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സോ അതൊക്കെ സ്റ്റോറികളായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റുകൾ ഫോം ചെയ്ത വർഷങ്ങളൊക്കെ പറ്റുന്നിടത്തോളം നമ്മൾ മഗപ്പ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, പറ്റുന്നിടത്തോളം. ഓക്കെ, അതിൽ കൂടുതൽ പറ്റുന്നില്ലെങ്കിൽ ടെൻഷനൊന്നും ആവാതെ നമുക്ക് വല്ല കോഡുകളിലൂടെയോ സ്റ്റോറികൾ പോലെയോ കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, കൂടുതൽ PYQs ട്രൈ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും നെറ്റിന്റെ പ്രിപ്പറേഷനിൽ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.